ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് എങ്ങനെ നിങ്ങളുടെ ഫോട്ടോയിൽ വേർഡുകൾ ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യുക. ഇപ്പോൾ എൻ്റെ സ്ക്രീനിലായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും, ഞാൻ എൻ്റെ ജിമെയിൽ ID ടൈപ്പ് ചെയ്ത് സേവ് ചെയ്തേക്കുന്നത് പോലെ നിങ്ങൾക്ക് മനോഹരമായ രീതിയിൽ വേർഡുകൾ ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യാം. അതെങ്ങനെയെന്നാണ് എന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമുക്ക് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. സ്ക്രീനിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാം, ഈ ആപ്ലിക്കേഷനാണ് ഞാൻ ഇതിന് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് മുകളിൽ വെക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ ഇതേപോലെ ആയിരിക്കും കാണുക. അതിനുശേഷം നിങ്ങൾ സ്ക്രീനിൻ്റെ സെൻറ്ററിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ലോഡ് ന്യൂ ഇമേജ് ഫ്രം ഡിവൈസ് എന്നും യൂസ് പ്ലെയിൻ ഇമേജ് എന്നും ഉണ്ട്. രണ്ട് ഓപ്ഷൻ ഉണ്ട്. യൂസ് പ്ലെയിൻ ഇമേജ് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു പ്ലെയിൻ ഇമേജിൽ വേർഡുകൾ, പേരുകളോ അല്ലെങ്കിൽ വരികളോ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ്. ഇപ്പം ഞാൻ എൻ്റെ ഒരു ഗാലറിയിലുള്ള ഒരു പിക്ചറിലാണ് ഞാനിപ്പോൾ പേര് ടൈപ്പ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഗാലറി ഓപ്പൺ ചെയ്തു. ഞാൻ എൻ്റെ ഗാലറിയിലെ ഒരു പിക്ചർ ഞാൻ സെലക്ട് ചെയ്ത് ലോഡ് ആകുന്നുണ്ട്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ എൻ്റെ ഗാലറിയിലുള്ള ഒരു പിക്ചർ ഇത് സ്ക്രീനിലേക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ട്, സെലക്ട് ചെയ്ത്. ഇനി നിങ്ങൾക്ക് സ്ക്രീനിൻ്റെ മുകളിലായിട്ട് രണ്ട് ഓപ്ഷൻ കാണാം. ഒരു പെൻ മാർക്കും ഒരു സേവ് ബട്ടണും. അതിൽ പെൻ ചിഹ്നം ക്ലിക്ക് ചെയ്യുക. അപ്പം ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാനുള്ള ഒരു ബോക്സ് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ എൻ്റെ പേര് ഞാൻ ടൈപ്പ് ചെയ്യുകയാണ്. ഞാനിപ്പോൾ എൻ്റെ പേര് ടൈപ്പ് ചെയ്തു. അതിന് ശേഷം ഡൺ കൊടുത്തു. ഇനി നിങ്ങൾക്ക് ഈ ഫോണ്ടല്ല വേണ്ടതെങ്കിൽ നിങ്ങൾ ഫോണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഫോണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഒന്ന് ലോഡായി വരുന്ന ടൈമുണ്ട്, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് എനിക്ക് എൻ്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നിങ്ങൾ ഇതുപോലെയുള്ള മൊബൈൽ സംബന്ധമായ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ എൻ്റെ പ്രൊഫൈൽ ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ വിഷ്ണു ബാബു എന്ന എൻ്റെ പേജ് ലൈക്ക് ചെയ്താലും നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങളുടെ ടൈം ലൈനിൽ ലഭിക്കുന്നതാണ്. അപ്പം നിങ്ങൾ ആ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അറിവുകൾ പകർന്നു കൊടുക്കാൻ മടി കാണിക്കരുത്. കാരണം ഞാൻ ചെയ്യുന്ന പല വീഡിയോയും നിങ്ങൾക്ക് പരിചയമുള്ളതാണെങ്കിലും നിങ്ങളുടെ പല സുഹൃത്തുക്കൾക്കും അറിവില്ലാത്തൊരു കാര്യമായിരിക്കാം. അപ്പം അവർക്കും കൂടി ആ അറിവ് പകർന്നു നൽകാൻ നിങ്ങൾ തയ്യാറാകുക. എനിക്ക് അത് മാത്രമേ എൻ്റെ സുഹൃത്തുക്കളോടായിട്ട് പറയാനുള്ളൂ. നമുക്ക് ലോഡിങ് ആയി വരുന്നുണ്ട്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കാരണം എൻ്റെ ഫോൺ അല്പം സ്ലോ ആണ്. നിങ്ങളുടെ ഫോണിൻ്റെ സ്പീഡ് അനുസരിച്ചിരിക്കും ഇത് ലോഡായി വരാൻ. എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒട്ടനവധി ഫോണ്ടുകൾ ഇതിലുണ്ട്. അതുകൊണ്ടായിരുന്നു ഇത്രയും സ്ലോ ഇത് ലോഡായി വരാൻ. കാരണം അനവധി ഫോണ്ടുകൾ, നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന വിധത്തിലുള്ള അനവധി ഫോണ്ടുകളുണ്ട്. അതേപോലെ ഉള്ളത് കൊണ്ടാണ് ഇത്രയും സ്ലോ ആയിട്ട് നിങ്ങൾക്ക് ലോഡായി വരുന്നത്. ഇപ്പം ഫോണ്ടുകളെല്ലാം ലോഡായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒരുപാട് ഫോണ്ടുകൾ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏത് ഫോണ്ടാണോ ഇഷ്ടപ്പെട്ടത് അവ തിരഞ്ഞെടുക്കാം. ഞാനിപ്പം ഒരു ഫോണ്ട് തിരഞ്ഞെടുക്കുകയാണ്. ഞാൻ ഇപ്പോൾ ഈ ഫോണ്ട് ഞാൻ തിരഞ്ഞെടുത്തു. ഞാൻ എൻ്റെ
സ്ക്രീനിലായിട്ട് നിങ്ങൾക്കിപ്പം ഫോണ്ട് കാണാം. ഞാനിനി അടുത്തതായിട്ട് സ്റ്റൈല് ഒന്ന് ചേഞ്ച് ചെയ്യുകയാണ്. സ്റ്റൈല് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇതേപോലെ ആയിരിക്കും നിങ്ങൾക്ക് സ്റ്റൈല് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയുക. ഇനി നിങ്ങൾക്ക് ഇവിടെ ഫോണ്ടിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇതിൽ ഏത് കളറാണ് നിങ്ങൾക്ക് വേണ്ടത് ഇപ്പോൾ സ്ക്രീനിലായിട്ട് നിങ്ങൾ കാണാൻ കഴിയും. ഞാൻ സെലക്ട് ചെയ്യുന്ന കളറ് ചേഞ്ചായി വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതേപോലെ നിങ്ങൾക്ക് ഒട്ടനവധി കളറുകൾ ഇവിടെ ഉണ്ട്. നിങ്ങൾക്കത് സെലക്ട് ചെയ്യാം ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ. ഇനി ഞാൻ ടെക്സ്റ്റിൻ്റെ കളർ ആണ് ആദ്യത്തെ ഓപ്ഷൻ. അത് കഴിഞ്ഞ് ടെക്സ്റ്റിന് ഏത് ഷാഡോ വേണം, ഏത് കളറിലുള്ള ഷാഡോ വേണം എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഞാനിതിപ്പം വൈറ്റ് തിരഞ്ഞെടുത്തു, ഡൺ കൊടുത്തു. അത് കഴിഞ്ഞ് അടുത്ത ഓപ്ഷൻ എടുത്തു, ബാക്ക്ഗ്രൗണ്ട്. ഇനി ലാസ്റ്റുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ബോക്സ് കാണാം. നിങ്ങൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് റൗണ്ട് ഷേപ്പിലാക്കണോ ആർച്ച് പോലെ ആക്കണോ എന്നുള്ളതാണ് ഇവിടെയുള്ള ഓപ്ഷൻ. ഇപ്പം നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ഇവിടെ കാണാം, കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് എൻ്റെ പേരിന് ചേഞ്ച് വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. അപ്പം നിങ്ങളുടെ ഇഷ്ടം ഏത് രീതിയിലാണോ ആക്കാനുള്ളത് നിങ്ങളത് ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാൻ എൻ്റെ പേര് ഈ രീതിയിലാക്കി ഞാൻ ഡൺ കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിലായിട്ട് കാണാം ഞാൻ സേവ് ചെയ്ത എൻ്റെ പേര്. ഞാൻ അതിനെ ഒന്ന് താഴോട്ട് കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുകയാണ്. അടുത്തത് സൈസ് ആണ്. നിങ്ങൾക്ക് ഈ ഫോണ്ടിൻ്റെ സൈസ് കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ളതാണ്. ഇവിടെ കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷനുണ്ട്. ഞാനിപ്പോൾ ഇച്ചിരി അല്പം കൂട്ടി വെക്കുകയാണ്. കൂട്ടി വെച്ചിട്ട് ഞാനതൊന്ന് കറക്റ്റ് ചെയ്ത് വെച്ചു. ഇനി നിങ്ങൾക്കിത് ഏത് രീതിയിൽ റൊട്ടേറ്റ് ചെയ്യിക്കണം എന്നുള്ളതാണ് ഇവിടെ ഉള്ളത്. കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത മൂവ് ഓപ്ഷൻ, അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് സ്ക്രീനിൽ ടച്ച് ചെയ്ത് നമ്മൾ ടൈപ്പ് ചെയ്ത വേർഡിൽ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം എങ്ങോട്ടും വേണമെങ്കിലും മൂവ് ചെയ്യാം. നമുക്കതിന് മൂവ് ടൂളിൻ്റെ പ്രത്യേകം ആവശ്യമില്ല. ഇത്രയേ ഉള്ളൂ ഇതിൽ. അതിനുശേഷം നിങ്ങൾ സേവ് കൊടുക്കുക. സേവ് കൊടുത്തു കഴിയുമ്പം നിങ്ങളുടെ ഗാലറിയിൽ സേവ് ആകുന്നതാണ്. പിന്നെ അവിടുന്ന് നിങ്ങൾക്ക് ഏത് ഇതിലോട്ട് വേണമെങ്കിലും ഷെയർ ചെയ്യാനാണെങ്കിലും ഷെയർ ചെയ്യാം. ഇതിൽ ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. വലുതായിട്ട് ഉള്ള ഇതൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടാനുസരണമുള്ള ഫോണ്ട് തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്, ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യാവുന്നതാണ്. എല്ലാ കൂട്ടുകാർക്കും ഇത് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം എൻ്റെ പേജ് കൂടി ലൈക്ക് ചെയ്യുക. കാരണം ഇനി മുതലുള്ള വീഡിയോസ് ഞാൻ എൻ്റെ പേജിലൂടെ മാത്രമാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒപ്പം പേജ് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർ പേജ് ലൈക്ക് ചെയ്യുക. ഇപ്പോൾ സ്ക്രീനിലായിട്ട് സേവ് സക്സസ് എന്ന് കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഗാലറി ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗാലറിയിൽ ആ പിക്ചർ സേവ് ആയിരിക്കുന്നത് കാണാൻ കഴിയും. ഇത്രയേ ഉള്ളൂ. എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും മറ്റൊരു നല്ലൊരു ആപ്ലിക്കേഷനുമായി വരുന്നത് വരേക്കും എൻ്റെ നന്ദി, നമസ്കാരം.